Hi all, magic morning. Magic money. എല്ലാവരും നല്ല രീതിയിൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. സുഖമായിട്ടിരിക്കുന്നോ? Hi, magic morning. Magic morning, സുഖമായിട്ടിരിക്കുന്നു. Magic morning. അപ്പം നിങ്ങളിപ്പം സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും സുരേഷ് സർ വീഡിയോ ഓൺ ചെയ്ത് റെഡി ആയിരിക്കുകയാണ് അല്ലെ? Magic morning. ഓക്കെ, അപ്പം സുരേഷ് സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രെയിനർ ആണ്, അതുപോലെ തന്നെ മെന്റർ ആണ്, ലൈഫ് കോച്ചും കൂടെയാണ്. അപ്പം ഇന്നത്തെ സെഷൻ വരുന്നത് സുരേഷ് സാറിന്റെ സെഷൻ ആണ്. ടോപ്പിക് വരുന്നത് ഡിബോട്ട് ദാറ്റ് ബസ്. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് സുരേഷ് സാറിന് നമുക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പം ഈ ഒരു സെഷൻ, ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സുരേഷ് സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ് വെൽക്കം. താങ്ക് യു. ആദ്യമേ തന്നെ ഈ ഒരു ബി മാജിക് മോണിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ എത്തിക്കാൻ ഒരു കാരണക്കാരനായിട്ടുള്ള മുസ്തഫ സറിനോട് എന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു സെഷന് വേണ്ടി എന്നെ ക്ഷണിച്ച, എന്നെ അനുവദിച്ച എല്ലാവർക്കും, ഇതിന്റെ സംഘാടകർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ഒരുപറ്റം ആളുകളുണ്ട്. എല്ലാവരോടും എന്റെ അഭിനന്ദനങ്ങളും ഇതിലൂടെ തന്നെ എല്ലാവർക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ അജിഷ ഈ ഒരു ടോപ്പിക് പറയാൻ വേണ്ടി, എന്താണ് സാറിന്റെ ടോപ്പിക് എന്ന് പറയുന്ന സമയത്ത്, അന്നേ ദിവസം ഒരു ടോപ്പിക് ഞാൻ എന്താണ് ഈ ദിവസം ഞാൻ വന്ന് പറയാൻ പോകുന്നത്, അതിനെ കുറിച്ചൊരു സമയം ഞാൻ പറയണം, എന്തായിരിക്കണം അത് എന്നുള്ളത് അന്നേ ദിവസം തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു പഴയ സുഹൃത്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ ഇതുപോലെ മോട്ടിവേഷൻ ട്രെയിനിങ്ങുകൾ ഒരുപാട് ഞാൻ പങ്കെടുക്കുന്നുണ്ട്, ഒരുപാട് സംഭവങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും എല്ലാ ദിവസവും ഞാൻ ഓരോ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ അത് പ്രാവർത്തിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ ഒരു മാറ്റങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത്, അല്ലെങ്കിൽ ആ മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് എന്നോടൊരു കൂട്ടുകാരൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചോദ്യം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഞാൻ വേറൊരാളോട് ചോദിച്ച ചോദ്യമാണ്. അന്ന് എന്താ എന്നോട് പറഞ്ഞത്, സുരേഷ് ഒരു കാര്യം ചെയ്യും, ആ ബസ് ഞങ്ങൾ ഇറങ്ങും എന്ന് പറഞ്ഞപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല, കാര്യം മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിച്ചത്. ഞാനിങ്ങനെ അന്തം വിട്ട പോലെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നത്, ഒന്ന് ആലോചിക്കും, ഇപ്പൊ തിരൂര് കോഴിക്കോട് നിന്ന് സുരേഷ് പോണത് കണ്ണൂരേക്കാണെന്ന് വിചാരിക്കുക. ഈ കണ്ണൂരിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചു നേരം ബസ് അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ രാമനാട്ടുകരെ കാണുന്നു, പരപ്പനാടേ കാണുന്നു. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്, ബസ് മാറിപ്പോയി, വേറെ തെറ്റായ ബസ്സിലാണ് കയറിയിട്ടുള്ളത്. അങ്ങനെ കയറി കഴിഞ്ഞാൽ എന്താ ചെയ്യാം, എന്തായാലും കയറി പോയില്ല, ഇനി അങ്ങനെ മുഴുവൻ പോട്ടെ എന്ന് വിചാരിക്കുകയാണോ ചെയ്യാം, അതോ മാക്സിമം പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു വരാൻ ശ്രമിക്കുകയാണോ ചെയ്യാം? നമുക്ക് തിരിച്ചു വരാൻ ശ്രമിക്കും. അത് തന്നെ ചെയ്താൽ മതി. തെറ്റായ വഴിയിലാണ് പോണെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നിർത്തുക, അവിടെ തന്നെ ഇറങ്ങുക, എന്നിട്ട് തിരിച്ചു വരിക, ശരിയായ വഴിക്ക് തിരിയുക. അതാണ് എന്റെ ഈ ഒരു ടോപ്പിക്, ഡീബോർഡ് ദാറ്റ് ബസ്. ആ ബസ് നിന്ന് ഇറങ്ങിക്കോളും, അതാണ് പറയാനുള്ളത്. അപ്പൊ ഇതില് നമുക്ക് മാറ്റങ്ങളെ പറ്റി ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളാണല്ലോ നമ്മളിവിടെ ഉള്ള എല്ലാവരും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ അതിന് കാരണമുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, പ്രത്യേകിച്ച് 3 തരത്തിലുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുള്ളത്. ഈ 3 തരത്തിലുള്ള ആളുകൾ എന്ന് പറയുകയാണെങ്കിൽ, ഒരു കൂട്ടര് എന്ന് പറയുകയാണെങ്കിൽ, എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഓപ്ഷൻസ് വല്ലതും ഉണ്ടോ? ഞാനിപ്പോ എന്നെ കോഹോസ്റ്റ് ആക്കാൻ പറ്റുമോ? എൻ്റെ ഒരു EG എന്ന പേരിലൊരു ഇവിടെ ഉണ്ട്. കേൾക്കുന്നുണ്ടോ? എന്നെ ഒരു EG എന്ന പേരിലേ ഞാൻ ഒന്ന് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് കോഹോസ്റ്റ് ആക്കും, ലാപ്ടോപ്പ് അതിലാണ്. ഇല്ല, കുഴപ്പമില്ല, സ്ക്രീൻ നിർബന്ധമില്ല. പറ്റുകയാണെങ്കിൽ ആ ഒരു ആക്കിയിട്ടുണ്ടല്ലോ അത് സുരേഷ് EG. അത് കൂടാതെ EG എന്നുള്ള പേരിലൊരു ഒന്നുകൂടെ ഉണ്ട്. അത് ഞാനൊരു ചാറ്റിൽ ജസ്റ്റ് ഒന്ന് എന്താ അയക്കാം. ഇൻ കേസ് പറ്റുകയാണെങ്കിൽ കേട്ടോ, ഇനി സാധിച്ചിട്ടില്ലാണെങ്കിൽ നമുക്ക് ഒരു PPT ഇല്ലാണ്ടായി മുന്നോട്ട് പോകും.
ഗായസർ കേൾക്കുന്നുണ്ടോ? ഓക്കെ, കുഴപ്പമില്ല. ഇതില് എന്താ പറയാ, നമ്മളുടെ ചുറ്റുമുള്ള ആളുകളിൽ പലതരത്തിൽപ്പെട്ട ആളുകളുണ്ട്. എല്ലാം നമ്മൾ ഈ സമൂഹത്തിലുള്ള ആളുകളെല്ലാം ഒരുപോലെയല്ലല്ലോ. ഇതില് ചില ആളുകള് സാധാരണ ഇങ്ങനെ ഒരു പൊങ്കുതടി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ ലൈഫിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ലാതെ എല്ലാ ദിവസവും ഒരേപോലെ എഴുന്നേൽക്കുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ചില എന്തൊക്കെയോ സംഭവിച്ചങ്ങനെ പോകുന്നുണ്ട്. അതായത് ഈ ഒരു കാലത്തിന്റെ ഈ ഒഴുക്കിൽ ഇങ്ങനെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ പൊങ്കുതടികൾ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കൂട്ടം ആളുകളെ നമുക്ക് ഫ്ലോട്ടിംഗ് ലോഗ്സ് തന്നെ പറയാം. പൊങ്കുതടികൾ അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. ഇനി വേറൊരു കൂട്ടം ആളുകളുണ്ട്, ലൈഫിൽ മാറ്റങ്ങൾ വേണമെന്ന് ആത്മാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമാണ്. അവര് ഇതേപോലെ മോട്ടിവേഷൻ സെഷൻസ് അറ്റൻഡ് ചെയ്യും. അതേപോലെ സെൽഫ് ഹെൽപ്പിംഗ് ബുക്സുകളൊക്കെ ഉണ്ട്, നമ്മൾ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, അതൊക്കെ വായിച്ചിട്ട് എന്തെങ്കിലും പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കും. അങ്ങനെ മഹത്തായ ആൾക്കാരുടെ, മഹാന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നവരുടെ വാക്കുകൾക്ക് മുഴുവൻ കാതോർത്തിരിക്കും. അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കാറില്ല. ഇതേപോലെ മാറ്റങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നമ്മൾ ഡ്രീമേഴ്സ് വിളിക്കാം. അതേസമയം ഇനി ഒരു കൂട്ടം ആളുകളുണ്ട്, അവർ ജീവിതത്തിലെ മാറ്റങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും. ഇതേപോലെ എല്ലാ ദിവസത്തിലും കേൾക്കുന്നുണ്ട്, ആ കേൾക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാർ നമ്മൾ അച്ചീവേഴ്സ് വിളിക്കാം. അപ്പൊ ഇങ്ങനെ ഈ ഒരു എന്താ പറയാ, ഈ ഫ്ലോട്ടിംഗ് ലോഗ്, പിന്നെ ഡ്രീമേഴ്സ്, ഇതിൽ അച്ചീവേഴ്സിന്റെ കാറ്റഗറിയിലേക്ക് നമ്മൾ മാറ്റണം എന്നുണ്ടെങ്കിൽ കുറച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയേ പറ്റും. ഇതില് എപ്പോഴും നമ്മൾ എന്തുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരേപോലെ എല്ലാ കാലവും പോയിക്കൊണ്ടിരിക്കുന്നു ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഉത്തരം പറയാനുള്ളത്, നമ്മൾ എപ്പോഴും ഒരു കംഫർട്ട് സോണിനകത്തായിരിക്കുന്നത്. ഈ ഒരു കംഫർട്ട് സോൺ എന്നുള്ള വാക്കിന്റെ മീനിങ് അറിയുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ. നമുക്ക് ഇതിലൊരു ഇന്ററാക്റ്റീവ് ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, അങ്ങോട്ട് ഇവിടെ ചോദ്യം ചോദിക്കുന്ന ഉത്തരം പറയാനൊക്കെ സൗകര്യമാണ്. എനിവേ, കംഫർട്ട് സോൺ എന്നുള്ള വാക്കിന്റെ ഒരു മീനിങ് വരുന്നത് ഒരു സ്ഥലമല്ലാതെ, അത് വേണം പറയാം, ഒരു അവസ്ഥ, ഒരു മാനസികമായ അവസ്ഥയാണ്. നമ്മൾ അവിടെ ഹാപ്പിയാണ്, മാറ്റങ്ങളൊന്നുമില്ല, എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ എന്താ പറയാ സുഖമായിട്ടിരിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നമ്മൾ എപ്പോഴും സേഫാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഒരു പഴയ കഥയുണ്ട്. ഒരു ഗുരുവും ശിഷ്യനും കൂടെ പണ്ടൊരു യാത്രയ്ക്ക് പോവുകയാണ്. ഒരുപാട് നേരം സഞ്ചരിച്ചു, രാത്രിയായ സമയത്ത് ഇന്നത്തെ പോലെ അന്ന് ഹോട്ടലുകളോ താമസിക്കാൻ സൗകര്യങ്ങളൊന്നുമില്ല. അവരങ്ങനെ നടന്ന് കുറെ ദൂരം പോയി കഴിഞ്ഞ സമയത്ത് ഒരു പഴയ വീട് കണ്ടു. ആ വീട്ടിൽ ചെന്നിട്ട് ഇന്നത്തെ ഒരു ദിവസം താമസിക്കാൻ സൗകര്യം തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഗൃഹനാഥൻ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവർക്ക് അന്ന് എന്താ പറയാ, നമ്മള് ചക്കോട്ടുള്ള പായസമൊക്കെയാണ് സ്വീകരിക്കാൻ വേണ്ടി കൊടുത്തത്. ഒരു ചക്ക പായസം, കുറച്ച് കഴിഞ്ഞ സമയത്ത് ചക്ക വറുത്തത്, ചക്ക പൊരിച്ചത്, ചക്ക എന്താ പറയാ, അങ്ങനെ കുറെ സംഭവങ്ങൾ, ചക്കപ്പുഴുക്ക്, ഇതെല്ലാം കഴിഞ്ഞ സമയത്ത് ചക്ക കൊണ്ടുള്ള ഒരുപാട് വിഭവങ്ങൾ ഈ ഗുരുവിനും ശിഷ്യനും സംഭവം ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. ഓക്കെ. കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ നമ്മള് എന്താ പറയാ, നേരത്തെ പറഞ്ഞ ഗുരുവിന്റെ ശിഷ്യന്റെ കഥ കേട്ടോ. ഗുരുവും ശിഷ്യനും അങ്ങനെ യാത്ര പോയി, രാത്രിയായി, താമസിക്കാൻ ഒരു വീട്ടിൽ ചെന്ന് കയറി. ആ ചെന്ന് കയറിയ സമയത്ത് അവര് ഇങ്ങനെ തൽക്കാലം കഴിക്കാൻ വേണ്ടിയിട്ട് ചക്കയുടെ കുറെ വിഭവങ്ങൾ കൊടുത്തു. അവിടെയാണ് കഥ ഇതുവരെ. അങ്ങനെ രാത്രിയായി, പിറ്റേന്ന് രാവിലെയും ഇതുപോലെയൊക്കെ തന്നെയാണ്, ചക്ക കൊണ്ടുള്ള കുറെ വിഭവങ്ങൾ. ഗുരുവിനും ശിഷ്യനും സംഭവം അടുത്തു, ഇതൊന്നും ഇനി വയ്യ, കുറെ നേരമായല്ലോ എന്ന് പറഞ്ഞിരിക്കാം. അത് കഴിഞ്ഞ് ഇവര് യാത്രയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകണു. പിറ്റേ ദിവസം ഇറങ്ങി പോവുകയൊക്കെ ചെയ്തു. കുറെ ദിവസങ്ങൾക്ക് ശേഷം അവര് തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും ഇതേ വീട്ടിൽ തന്നെയാണ് കയറിയത്. ഈ വീട്ടിൽ കയറുമ്പോ എന്താ പറയാ, പതിവ് പോലെ ഇങ്ങനെ വിളിച്ചുകൊണ്ടുപോയിട്ട് ചക്കയും ഇതൊക്കെ തന്നെ കൊടുത്തത്. അപ്പൊ ഒരു മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. ആ ചെന്ന് കയറുമ്പോ ആ വീട്ടില് ചെന്ന്, അവിടെ ഒരു പഴയ വീടാണ്, നിറം മങ്ങിയിട്ടുണ്ട്, പെയിന്റുകളൊക്കെ ഏകദേശം വാടി തുടങ്ങിയിട്ടുണ്ട്. അകത്തേക്ക് ചെന്ന് കയറുകയാണെങ്കിൽ പഴയ ഫർണിച്ചറാണ്, പഴയ എന്താ പറയാ കട്ടൺ ക്ലോത്ത്, പഴയ ടേബിൾ ക്ലോത്ത്, എല്ലാ സംഭവം പഴയതാണ്. എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പൗരാണികത അങ്ങനെ തളം കിട്ടി നിൽക്കുന്ന ഒരു വീട്. രണ്ടാമത്തെ തവണ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഗുരു ഒന്ന് ശിഷ്യനോട് പറഞ്ഞു, നമുക്ക് ആ മരം പ്ലാവ് കണ്ട് വെട്ടിക്കളയാം. അങ്ങനെ ഈ ഒരു ശിഷ്യൻ ഗുരുവിന്റെ വാക്ക് കേട്ട് പ്ലാവ് വെട്ടി. ശിഷ്യൻ അത് പറഞ്ഞത്, മഹാഭാവല്ലേ, അവർ അതുകൊണ്ടാണ് ജീവിച്ചു പോണത്, ഇനി അത് വെട്ടിക്കഴിഞ്ഞാൽ അവർ പട്ടിണിയാവില്ല എന്നൊക്കെ ചോദിച്ചു. ഗുരു പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നല്ലതിനാണ്. അങ്ങനെ ഈ ഒരു പ്ലാവ് വെട്ടിക്കളഞ്ഞു.
പിന്നീട് കുറെ മാസങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വരുമ്പോൾ അതേ വീട്ടിൽ തന്നെ വീണ്ടും ഉറക്കം കയറി. അപ്പോ മാറ്റം മുമ്പത്തെ പോലെ ഒന്നുമല്ല. ഒരു പഴയ വീടിന്റെ സ്ഥാനത്ത് കുറച്ചും കൂടെ പുതുക്കിയിട്ടുണ്ട്, പെയിന്റ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. അതേപോലെ അങ്ങനെ അകത്തേക്ക് കയറുന്ന സമയത്ത് പുതിയ ഫർണിച്ചറാണ്, അങ്ങനെ എല്ലാം കൊണ്ട് ഒരു ഒരു ഐശ്വര്യം കാണാനുണ്ട്. ചെന്നപ്പോ വിഭവസമൃദ്ധമായ സദ്യയുണ്ട്, നല്ല ചായയും പലഹാരങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ഭയങ്കര സന്തോഷമായി. ഗുരു ചോദിച്ചു, ഞാൻ അന്ന് വരുമ്പോ ഇവിടെ മൊത്തം പട്ടിണിയും പ്രാരാബ്ദവും പരിവട്ടങ്ങളും കഷ്ടപ്പാടും ദുരിതമൊക്കെ ആയിരുന്നു ഉണ്ടായത്. ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളാണ് കാണുന്നത്, ഇവിടെ എല്ലാം ഐശ്വര്യം വന്നിട്ടുണ്ട്. എന്താണ് ഇതിന്റെ ലോജിക്ക്, എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോ ഈ ഒരു ഗൃഹനാഥൻ പറഞ്ഞു, നിങ്ങൾ അന്ന് വീട്ടിൽ വന്നു പോണ സമയത്ത് ആ ദിവസം ആരോ കള്ളന്മാർ വന്നിട്ട് ഞങ്ങളുടെ ആ ഒരു പ്ലാവ് അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. കുറച്ച് ദിവസം ഞങ്ങൾ പട്ടിണിയൊക്കെ ആയി, കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. 2 ദിവസം പട്ടിണി കിടക്കേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇങ്ങനെ ഈ പട്ടിണി കിടന്ന് ജീവിക്കാൻ പറ്റില്ല, അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും കൂലിപ്പണിക്കൊക്കെ പോയി നോക്കി. അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ അതൊന്ന് വിപുലീകരിച്ചിട്ട് ഞങ്ങൾ ചെറിയ തോതിൽ കൃഷിയൊക്കെ തുടങ്ങിയുള്ള സ്ഥലത്തൊക്കെ അതൊന്നും കൂടെ മെച്ചപ്പെട്ട് കഴിയുന്ന സമയത്ത് ഞങ്ങൾ പിന്നെ അതൊന്ന് മൊത്തത്തിൽ വിപുലീകരിച്ചു. ഈ കാണുന്ന പോലെ ഇൻഷാ അല്ലാഹ് സംഭവം അടിപൊളിയായിട്ടുണ്ട്, ഞങ്ങൾ ഇങ്ങനെ രക്ഷപ്പെട്ടു. ഇതൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ എന്റെ ചോദ്യം, ശരിക്ക് ആ ഒരു കുടുംബത്തിന്റെ പട്ടിണിയുടെയും പ്രാരാബ്ദത്തിന്റെയും കഷ്ടപ്പാടിന്റെയും കാരണം ശരിക്കും എന്താണ്? ആ ഒരു പ്ലാവായിരുന്നു. നമ്മൾ ഒരു സൈഡിലൂടെ നോക്കുകയാണെങ്കിൽ ആ ഒരു പ്ലാവ് നമുക്ക് എല്ലാ ദിവസവും കാലാകാലം ദിവസം നമുക്ക് ചക്ക കിട്ടുന്നുണ്ട്, ദിവസം പട്ടിണി മാറ്റാൻ, പ്രത്യേകിച്ച് പണിക്കൊന്നും പോയിട്ടില്ലാണെങ്കിൽ നമ്മൾ സേഫ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയും ആ വീട്ടിൽ ഒരു മാറ്റവും ഇല്ലാതെ എല്ലാ കാലത്തും ഈ കഷ്ടപ്പാട് ഉണ്ടാവാനുള്ള ഒരു കാരണം ഇതേ പ്ലാവ് തന്നെയായിരുന്നു. ആ പ്ലാവ് അങ്ങനെ വെട്ടിക്കഴിഞ്ഞ സമയത്ത് ലൈഫിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. സത്യത്തില് നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ അത് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് കടക്കുന്നില്ല. ആ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ എല്ലാ കാലത്തും കൊണ്ടിരിക്കും. ഇതിലിപ്പോ ഇതെനിക്ക് വളരെയധികം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം പണ്ട് കുറെ മുമ്പ് ഒരു എന്താ പറയാ +2 കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ എന്താ പറയാ ആ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. എന്ത് ചെയ്യണം എന്നുള്ളതിന് ഞാൻ ഈ 2003 കാലഘട്ടത്തിലൊന്നും നമ്മൾ ഇത്രയും കാണുന്ന കരിയർ ഓപ്ഷൻസ് ഒന്നും ഇല്ല. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് നാട്ടിലൊരു ട്യൂഷൻ സെന്ററിൽ ഒരു പാരലൽ കോളേജ് ഒക്കെ ഉണ്ട് ഇവിടെ. അവിടെ അധ്യാപകനായിട്ട് എനിക്കൊരു വിളി വരുന്നു. ഞാൻ നോക്കുന്ന സമയത്ത് ഇനി PGക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് സമയമുണ്ട്. ആ സമയത്ത് ഇവിടെ പോക്കറ്റ് മണി കിട്ടണം, നല്ല കാര്യമില്ലേ എന്ന് ആലോചിച്ച് ഞാൻ ചെന്ന് ജോയിൻ ചെയ്തു. മാന്യമായ വരുമാനം കിട്ടുന്നുണ്ട്. ദിവസങ്ങൾ കടന്നുപോയി, ആഴ്ചകൾ കടന്നുപോയി, 2-3 വർഷവും കടന്നുപോയി. ഈ 2-3 വർഷങ്ങൾ കൊണ്ട് ഞാനിങ്ങനെ എന്താ പറയാ മാസം എന്റെ പ്രായത്തിൽ ആർക്കും കിട്ടാത്ത സംഖ്യ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ എന്താ പറയാ ഞാൻ നല്ല ഹാപ്പിയാണ്. ദിവസങ്ങളും മാസങ്ങളും ആഴ്ചകളും വർഷങ്ങളും കടന്നു ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു അധ്യാപകൻ, പുള്ളിക്കാരൻ വളരെ സ്നേഹത്തോടെ ദിവസം എന്നോട് പറഞ്ഞു, സുരേഷ് ഒരുപാട് ടാലന്റ് ഉള്ള കുട്ടിയാണ്, ഒരുപാട് പൊട്ടൻഷ്യാലിറ്റി ഉള്ള കുട്ടിയാണ്. നിന്റെ ലൈഫ് ഇവിടെ അവസാനിപ്പിക്കരുത്. കാരണം ജീവിതകാലം മുഴുവനും ഇതല്ല നിന്റെ ഒരു മേഖല. ഇവിടുന്ന് മാറിയിട്ട് വേറെ അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യണം. അപ്പൊ ഇദ്ദേഹം ഇത് പറയുമ്പോ എനിക്ക് ആദ്യം ഒരു വിഷമാണ് തോന്നിയത്. ഇത് എന്തുകൊണ്ടാണ് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? പിന്നീട് ആലോചിക്കുന്ന സമയത്ത് സംഭവം ശരിയാണല്ലോ എന്ന് തോന്നി. ഞാൻ ആ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങിയത് കൊണ്ട് പിന്നെ എന്റെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതായത് എന്താ പറയാ കുറെ അനുഭവങ്ങൾ, ചില കൈരളി പീപ്പിൾ ന്യൂസ് ഒക്കെ വായിച്ചു. അതേപോലെ കുറെ ഫിലിം ഫെസ്റ്റിവൽ ഒക്കെ കണ്ടക്ട് ചെയ്തു. നമ്മുടെ കേരള ഫിലിം എന്താ പറയാ കേരള സാംസ്കാരിക വകുപ്പിന് വേണ്ടിയിട്ടൊക്കെ കുറെ ഫിലിം ഫെസ്റ്റിവലൊക്കെ ചെയ്തു. അങ്ങനെ കുറെ സംഭവങ്ങൾ, ഒരു സിനിമയിലൊക്കെ അഭിനയിക്കുകയുണ്ടായി. അങ്ങനെ കുറെ സംഭവങ്ങൾ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടായത് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ്. അപ്പൊ ഈ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കാലത്തും അങ്ങനെ തന്നെ. നമ്മളൊരു ചാരി നിന്ന് കരയാൻ ഒരു തോളുണ്ടെങ്കിൽ നമുക്ക് സങ്കടങ്ങൾ കൂടുന്ന പറയാം. സങ്കടപ്പെടുന്ന സമയം നമ്മളെ ആശ്വസിപ്പിക്കേണ്ട ഒരാൾ കൂടെ ഇല്ലാത്തൊരു അവസ്ഥ എത്തുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മാക്സിമം ശ്രമങ്ങൾ തുടങ്ങും. നമ്മുടെ ഏറ്റവും വലിയ പോരാട്ടം തുടങ്ങുന്നത് നമ്മുടെ കൂടെ ആരും ഇല്ലാന്ന് മനസ്സിലാവുമ്പോഴാണ്. ഈ ഒരു ഇരിക്കാനൊരു എപ്പോഴും വിശ്രമിക്കാനൊരു ചില്ലയുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കയറി റെസ്റ്റ് എടുക്കാൻ മാത്രമേ ഉണ്ടാവൂ. അപ്പൊ ഈ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാതെ ലൈഫിൽ മാറ്റങ്ങൾ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യില്ല. നമ്മൾ ഇനിയിപ്പോ എല്ലാവരും എന്താ പറയാ ഈ കൂട്ടത്തിൽ നിന്നിരിക്കുന്ന എല്ലാവരും മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന് ആലോചിക്കണം. നമ്മുടെ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ പിന്നെ നെക്സ്റ്റ് വരുന്ന പ്രശ്നം ആൾക്കാർ എന്ത് വിചാരിക്കും? പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിന്റെ 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ജനനം, അതിന് ശേഷം നാട്ടുകാരെന്ത് വിചാരിക്കും, പിന്നെ മരണം. ആ ഒരു സംഭവം ഞാൻ ആലോചിച്ചിട്ടുണ്ട് സത്യമല്ലേ എന്നുള്ളത്. ഒരു വീട് ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കും? ചെറിയ വീട് പോരാ, ഒരു വലിയ വീട് ഉണ്ടാക്കണം. കല്യാണം കഴിക്കുന്ന സമയത്ത് കല്യാണം കഴിച്ച് അയക്കുമ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കും? ഒരു 100 പവനെങ്കിലും കൊടുക്കണം. ആൾക്കാർ എന്ത് വിചാരിക്കും? ബിരിയാണി തന്നെ കൊടുക്കണം. ആൾക്കാർ എന്ത് വിചാരിക്കും? ഒരു നല്ല കാറ് വാങ്ങണം. ആൾക്കാർ എന്ത് വിചാരിക്കും? ഞാൻ അങ്ങനെ ചെയ്യണം. ആൾക്കാർ എന്ത് ചെയ്യും? ഞാൻ ഈ കോഴ്സിന് പോകണം. ആൾക്കാർ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ചിന്തയും കൊണ്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു പാരന്റിങ്ങിന്റെ ഒരു ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനൊരു അമ്മയോട് ചോദിച്ചു,
നിങ്ങളുടെ കുഞ്ഞ് ഒരു മോളിൽ വെച്ചിട്ട് എല്ലാവരുടെയും മുമ്പിൽ ബഹളം വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തൊരു കുറുമ്പാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? അവരോട് എന്താ അവരോട് പറയുക? വന്ന ഉത്തരം ഈ ആൾക്കാർ കാണും, നീ ഒന്ന് അടങ്ങ് എന്നാണ് പറയുക. നമ്മൾ വളരെ ചെറുപ്പം മുതലേ കേട്ട് ശീലിക്കുന്ന ഒരു സംഭവമാണ് ആൾക്കാർ കേട്ടാൽ, നാട്ടുകാർ കണ്ടാൽ മോശമാണ്, നാട്ടുകാർ കേട്ടാൽ മോശമാണ്, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു കുഞ്ഞു കുട്ടിയുടെ ഒരു മനസ്സിലേക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പേടി, ഒരു ഫിയർ ആണ് ഈ സംഭവം, ഈ സോഷ്യൽ ആങ്സൈറ്റി. അന്ന് മുതൽ നമ്മൾ പിന്നെ സമൂഹത്തിനെ പേടിക്കാൻ തുടങ്ങുകയാണ്. സമൂഹം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അത് എന്താ പറയാ, നമുക്ക് അതിന്റെ കൂടെ ആപ്റ്റ് അല്ലെങ്കിലോ എന്നുള്ള പേടി. ഈ ഒരു സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നാലാളുടെ മുമ്പിൽ സംസാരിക്കാൻ പേടി ഉണ്ടാവും, സ്റ്റേജ് കയറാൻ ഫിയർ ആയിരിക്കും. ഇതേപോലെ എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ പല കാര്യങ്ങളിൽ നമ്മൾ പിന്നോട്ട് വലിക്കുന്ന ഒരു സംഭവം നാട്ടുകാർ എന്ത് വിചാരിക്കുന്ന പേടിയാണ്. ഈ നാട്ടുകാര് എന്ത് വിചാരിക്കുന്ന പേടി അകറ്റുക എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യുന്ന കാര്യം. ഈ സോഷ്യൽ ആങ്സൈറ്റി മാറ്റാൻ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളുടെ ഈ കൂട്ടത്തിലുള്ള ആളുകൾ, എനിക്ക് വളരെ സന്തോഷം തോന്നിയ സംഭവം, ഇതിനു മുമ്പത്തെ സെഷൻ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു അഭിപ്രായം പറയേണ്ടി വരികയാണെങ്കിൽ മുന്നോട്ട് വന്ന് അഭിപ്രായം പറയാൻ വേണ്ടി കുറെ പേരുണ്ടാവാറുണ്ട്. പല സന്ദർഭങ്ങളിലും ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടി ചില സമയത്ത് കുതിച്ചു പോയിട്ടുണ്ട്. ഒരു നല്ല സെഷൻ കഴിയുന്ന സമയത്ത് എന്താ പറയാ, ഇരിക്കുന്ന ആളുകൾ ഭാഗത്ത് എന്തെങ്കിലും ഫീഡ്ബാക്ക് വേണം. ഇത് കഴിഞ്ഞാൽ, സെഷൻ കഴിയുന്ന സമയത്ത് പേഴ്സണലി വന്ന് സാർ ഗംഭീരായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ചിലർക്ക് നമ്പർ വാങ്ങിയിട്ട് പിന്നെ വിളിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും ആ ഒരു 10-100 പേരിരിക്കുന്ന ആ ഒരു ഓഡിയൻസിന്റെ ഇടയിൽ മുന്നോട്ട് വന്നിട്ട് രണ്ട് വാക്ക് സ്വന്തം എനിക്ക് പറയാനുള്ളത് എന്ന് രണ്ട് വാക്ക് പറയാനുള്ള ആ ഒരു പേടി ഉണ്ടാവുന്നത് ഈ സോഷ്യൽ ആങ്സൈറ്റി കൊണ്ടാണ്. ഈ സോഷ്യൽ ആങ്സൈറ്റി നമ്മൾ മറികടന്നേ പറ്റും. സോഷ്യൽ ആങ്സൈറ്റി മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ചെറിയ ടാസ്കുകൾ ഏറ്റെടുക്കാൻ സ്വയം തയ്യാറാവുക, നമ്മൾ കൂടുതൽ എക്സ്പോസ്ഡ് ആവുക. അതായത് എന്താ പറയാ, ബാക്കിയുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ കുറേശ്ശെ എക്സ്പോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ഇതിലൊരു വേറെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് എന്താ പറയാ, കുട്ടികളുമായിട്ടൊക്കെ നമ്മുടെ പുതിയ ജനറേഷനുമായിട്ട് ഇടപെടുമ്പോൾ അതൊരു വലിയ ടാസ്ക് തന്നെയാണ്, അല്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ കൂട്ടത്തിൽ നമുക്കൊരു ഫീഡ്ബാക്ക് എടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അറിയില്ല, ഈ കൂട്ടത്തിൽ എത്ര പേര് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ അതിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. എത്ര പേര് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നു ചോദിക്കുകയാണെങ്കിൽ അതിലൊരു പറ്റം ആളുകൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ടാവും. എത്ര പേര് സ്നാപ്ചാറ്റ് യൂസ് ചെയ്യുന്നു ചോദിക്കുകയാണെങ്കിൽ എണ്ണം വളരെ കുറവായിരിക്കും. ഇത് യൂത്തിനിടയിൽ ഒരു 13 മുതൽ 18, 20, 22 വയസ്സിനിടയിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. സ്നാപ്ചാറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണമൊക്കെ കൂടുതലാണ്. ഫേസ്ബുക്ക് ആരും യൂസ് ചെയ്യുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് ഫേസ്ബുക്ക് നിങ്ങൾക്ക് വേണ്ട എന്ന് ചോദിച്ചപ്പോൾ ഒരു കുട്ടി പറഞ്ഞത് അവിടെ മൊത്തം വയസ്സന്മാരാണെന്നാണ്. അതായത് എന്താ പറയാ, ഫേസ്ബുക്ക് കൂട്ടത്തിൽ യൂസ് ചെയ്യുന്ന മുഴുവനും വയസ്സന്മാരെന്ന ഇമേജ് വന്നിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ തന്നെ നമ്മൾ യാതൊരു എന്താ പറയാ ലോജിക്കും ഇല്ലാതെ ചില സംഭവങ്ങളും ചില ആൾക്കാർ പഠിച്ചു വിടാറുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എന്താ പറയാ, ഇന്ന് നാസയുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, രാത്രി 11 മണിക്കും 11:10 ഇടയില് ഭൂമിയിലൂടെ ചില കോസ്മിക് രശ്മികൾ പാസ് ചെയ്ത് പോകും. അതുകൊണ്ട് നിങ്ങൾ മൊബൈൽ ഫോൺ മാറ്റി വെക്കണം. ഇങ്ങനത്തെ കുറെ ഇല്ലോജിക്കൽ ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ വരാറുണ്ട്. ഇതേപോലെ ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടി ഒരു സേഫ്റ്റി പിൻ വിഴുങ്ങി, ഈ ഒരു മെസ്സേജ് അടുത്ത ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ വാട്സപ്പ് കമ്പനി 1 രൂപ വെച്ച് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ കാണാറുണ്ട്. ഇതിനൊന്നും ഒരു അടിത്തറയില്ല. പക്ഷെ ഇതൊക്കെ ഫോർവേഡ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോ എന്താ പറയാ, അപ്ഡേറ്റഡ് ആവുക. നമ്മൾ പുതിയ ആൾക്കാരുമായിട്ട്, പുതിയ കുട്ടികളുമായിട്ട് ഇടപെടുന്ന സമയത്ത് അവരുടെ ലാംഗ്വേജ് ഒക്കെ മാറി, ടോണൊക്കെ മാറി. നമ്മുടെ കാലത്ത് ഒരു പുളിപടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളിപടം എന്തായിരുന്നു, ഇപ്പൊ അതല്ല, പുളിപടം അങ്ങനെയാണ്. ഇത് വാക്കുകൾ കുറെ സംഭവങ്ങൾ ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ല വൈബാണ്, നല്ല അങ്ങനെ കുറെ സംഭവങ്ങൾ. അപ്പോ ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബാധിക്കുന്ന പക്ഷേ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടിലൊക്കെ തന്നെയായിരിക്കും. ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവരോട് മര്യാദയ്ക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. കുറെ സംഭവങ്ങൾ, പുതിയ ഐഡിയാസ് കിട്ടും. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പേടില്ല, സമൂഹത്തിന് പേടിയൊന്നുമില്ല. ഈ സമൂഹത്തിന് പേടിയില്ലാത്ത സമയത്ത് ഒരു സോഷ്യൽ അവയർനെസ് ഉണ്ടാവണം. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മുടെ വസ്ത്രധാരണത്തിലാണെങ്കിലും, നമ്മുടെ പെരുമാറ്റ രീതികളാണെങ്കിലും, നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളിലാണെങ്കിലും എല്ലാറ്റിലും സമൂഹത്തിലുള്ള പ്രതിബദ്ധത ഒരു സംഭവം കാണിക്കാറുണ്ട്. സോഷ്യൽ ആങ്സൈറ്റി മാറ്റിയിട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അത് ഉണ്ടാക്കണം. സോഷ്യൽ ആങ്സൈറ്റി മാറ്റാതെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ പറയാനുള്ളത് സമയം. ഈ സമയം വലിയൊരു പ്രശ്നമാണ്. ഈ സമയം പലർക്കും തികയുന്നില്ല എന്നൊരു സംഭവം പറയാറുണ്ട്. ഈ സമയത്തിനെ വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന സമയത്ത് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ടൈം മാനേജ്മെന്റ്. എന്താണ് ടൈം മാനേജ്മെന്റ്? ടൈമിനെ മാനേജ് ചെയ്യുക. ടൈമിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? ടൈമിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ടൈം മാനേജ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ സമയത്തിനനുസരിച്ച് നമ്മളെ മാനേജ് ചെയ്യാം. ഇന്നത്തെ 24 മണിക്കൂറിൽ എനിക്ക് കാര്യമായ പണിയൊന്നുമില്ല, നാളെ എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇന്ന് 20 മണിക്കൂർ മതി, ഈ ബാക്കി 4 മണിക്കൂർ നാളത്തേക്ക് ഇന്ന് മാറ്റുവാണെങ്കിൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റില്ല. ഈ ഒരു 24 മണിക്കൂറിൽ എങ്ങനെ ഇഫക്റ്റീവായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുമോ അപ്പോഴാണ് ടൈം മാനേജ് ചെയ്തെന്ന് പറയാൻ പറ്റുക. ഒന്ന് ആലോചിക്കാം, നമ്മുടെ ഈ ഒരു എന്താ പറയാ, ഈ
ലിയനാർഡോ ഡികാപ്രിയോ, സോറി, ലിയനാർഡോ ഡാവിഞ്ചി. ലിയനാർഡോ ഡാവിഞ്ചി ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരനൊരു ആർട്ടിസ്റ്റ് ആണ്. ആർട്ടിസ്റ്റ് ആണോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിസ്റ്റ് ആണ്, എഴുത്തുകാരനാണ്, സയന്റിസ്റ്റ് ആണ്, മാത്തമാറ്റീഷ്യൻ ആണ്, അങ്ങനെ ഒരുപാട് ഡോക്ടറാണ്. ചെയ്യാത്ത മേഖലകളില്ല, കൈവയ്ക്കാത്ത ഒരു മേഖലയില്ല, കൈവച്ച ഒരു മേഖലയിൽ മോശമായിട്ടില്ല. അപ്പോ ഇതുപോലത്തെ മഹാരഥന്മാരായ പല ആളുകളും മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയാ മലയാറ്റൂർ രാമകൃഷ്ണനൊക്കെ. മലയാറ്റൂർ രാമകൃഷ്ണൻ ആരാണ്? കളക്ടറാണ്, എഴുത്തുകാരനാണ്, കാർട്ടൂണിസ്റ്റാണ്, തിരക്കഥാകൃത്താണ്, അങ്ങനെ എന്തൊക്കെയോ ആണ്. ഇതേപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇവർക്കൊന്നും നമ്മളെക്കാൾ ഒരു സെക്കൻഡ് പോലും എക്സ്ട്രാ സമയം കിട്ടുന്നില്ല. നമുക്കുള്ള 24 മണിക്കൂർ തന്നെ അവർക്ക് കിട്ടുന്നുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്തതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ സമയത്ത് നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ സമയത്തിന് ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ടത്തെ ഒരു കോവേസ് വഡ്രിക്സ് എന്ന സംഭവമുണ്ട്. ഒരു പഴയ ഒരു സ്റ്റീഫൻ കോവേ എന്ന് പേരൊരു എഴുത്തുകാരുണ്ടായിരുന്നു. അയാൾ ചിന്തകനാണ്, അപ്പൊ മോട്ടിവേഷണൽ സ്പീക്കറാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഒരു ഐഡിയ ഉണ്ട്. 4 കള്ളികളായിട്ട് നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും മാറ്റാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് ആ ഒന്നാമത്തെ കള്ളി കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കാണുന്നുണ്ടായിരിക്കും വിചാരിക്കും. ഒന്നാമത്തെ കള്ളിയില് മുകളില് അർജന്റ് എന്ന് കാണുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഇമ്പോർട്ടന്റ് എന്ന് കാണുന്നുണ്ട്. ഒന്നാമത്തെ ആ ഒരു സംഭവത്തിൽ വരുന്നത് ഒരേ സമയം അർജന്റും ഇമ്പോർട്ടന്റുമായ കാര്യങ്ങൾ. അർജന്റ് ആയ കാര്യം എന്ന് വെച്ചിട്ട് എന്താണ് അർജന്റ് ആയിട്ട് കാര്യം? അർജന്റ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാലോ. ഉടനടി ചെയ്തിട്ടില്ലെങ്കിൽ പണി കിട്ടും, അത് അങ്ങനത്തെ കാര്യങ്ങള്. എന്താ പറയാ, നമ്മളുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു കോള് വരികയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് വീട്ടിൽ നിന്ന് ആരും വിളിച്ചു പറയാണ്, അതെ ഫ്യൂസർ ആൻഡ് ലൈൻമാൻ വന്നിട്ടുണ്ട്, കറണ്ട് ബില്ല് അടയ്ക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ഫ്യൂസർ ആൻഡ് ലൈൻമാൻ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് അർജന്റ് ആണ്. കാരണം കറണ്ട് ഇല്ലാണ്ടെങ്കിൽ പണി കിട്ടും, മുട്ടനെ തന്നെ പൈസ അടയ്ക്കണം, അത് വേണം. ഇമ്പോർട്ടന്റ് ആണോ? അർജന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇമ്പോർട്ടന്റ് ആണോ? ഇമ്പോർട്ടന്റ് ആണ്. കറണ്ട് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇമ്പോർട്ടന്റ് ആണ്, അർജന്റ് ആണ്, ഉടൻ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം നമുക്ക് ചെയ്യാനുള്ളത് അത് ഡു ഇറ്റ് നൗ, ഇപ്പൊ തന്നെ ചെയ്യാനുള്ളത്. ആ രണ്ടാമത്തെ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ നോട്ട് അർജന്റ്, അർജന്റ് അല്ല, ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റും നോട്ട് അർജന്റുമായിട്ടുള്ള കാര്യങ്ങൾ. ഉദാഹരണത്തിന് കറണ്ട് ബില്ല് അടയ്ക്കേണ്ട കാര്യം തന്നെ നോക്കാം. കറണ്ട് ബില്ല് അടയ്ക്കണം, പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആണോ? ഇമ്പോർട്ടന്റ് ആണ്. കറണ്ട് ബില്ല് അടയ്ക്കണം, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടക്കണമെങ്കിൽ കറണ്ട് വേണം. അർജന്റ് ആണോ? അർജന്റ് അല്ല. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 3 ആഴ്ച സമയമൊക്കെ ഉണ്ട്. അപ്പോ അർജന്റ് അല്ലാത്ത കാര്യങ്ങള്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്കുള്ള ഒരു വഴി അത് ഡിലേ ചെയ്ത് വെക്കാം. ഇപ്പൊ തന്നെ ചെയ്യണ്ട, ഇതിനേക്കാൾ അത്യാവശ്യ കാര്യങ്ങൾ വേറെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് ചെയ്യുക. എന്നിട്ട് എന്താ പറയാ, പിന്നീട് സമയം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ സമയം കണ്ടെത്തി ചെയ്യാം. മൂന്നാമത്തത് അർജന്റ് ആണ്, ഇമ്പോർട്ടന്റ് അല്ല. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, ഞാൻ ഓഫീസിൽ ഒരു ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മീറ്റിംഗിലാണ്, എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെ പോകേണ്ട കാര്യമില്ല, അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇമ്പോർട്ടന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ പോകേണ്ട കാര്യമില്ല, അർജന്റ് ആണ്, അയാളോട് വെയിറ്റ് ചെയ്യിക്കാൻ പറ്റില്ല. ഒരാളെ പറഞ്ഞേക്കാം, വണ്ടി പറഞ്ഞേക്കാം, ഡ്രൈവറിന് പറഞ്ഞേക്കാം, അതല്ലാണ്ടെങ്കിൽ ഒരു ഓട്ടോ വിളിച്ച് വരാൻ പറയാം. അപ്പൊ നമ്മൾ തന്നെ ചെയ്യാണ്ട് മറ്റൊരാളെ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് മൂന്നാമത്തെ ഡെലിഗേറ്റ് ചെയ്യുക. നാലാമത്തത് അർജന്റും അല്ല, ഇമ്പോർട്ടന്റും അല്ല. നമ്മളെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. നമ്മൾ റോഡിന് സൈഡിൽ കൂടെ ജാഥ പോണ സമയത്തൊക്കെ ഒരു കാര്യം ഇല്ലാണ്ട് കുറെ ആൾക്കാർ നോക്കിയിരിക്കണം കാണാം. ഇതേപോലെ ചില ആരോ എഴുതിയ ഒരു പോസ്റ്റിന് ആരൊക്കെ എന്തൊക്കെ കമന്റ്സ് പറഞ്ഞു നമ്മളെ ബാധിക്കാത്ത കാര്യമായിരിക്കും. നമ്മൾ ഒരു തരത്തിൽ നമ്മൾ ബാധിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടോണ്ടിരിക്കുക. അങ്ങനത്തെ ഇമ്പോർട്ടന്റും അല്ല അർജന്റും അല്ലാത്ത കാര്യങ്ങൾ ലൈഫിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. അതാണ് നമുക്ക് സമയത്ത് ഒരുപാട് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നങ്ങൾ ഒന്നാണ് പ്രോക്രാസ്റ്റിനേഷൻ. അത് എല്ലാവർക്കും ഉള്ള സംഭവമാണ്. അലാറം അടിക്കുന്ന സമയത്ത് അലാറം ഒന്ന് സ്നൂസ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടെ എക്സ്ട്രാ കിടന്നേക്കാമെന്ന് കരുതി സ്നൂസ് ചെയ്യുന്ന ഒരു സ്വഭാവക്കാരൻ ആണെങ്കിൽ അയാൾക്ക് ലൈഫിലെ മൊത്തം കാര്യങ്ങളും ഇതേപോലെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഒരു ശീലം ഉറപ്പായിട്ടുണ്ടായിരിക്കും. ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യേണ്ട സംഭവങ്ങൾ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഈ സംഭവത്തിനാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയാം. പ്രോക്രാസ്റ്റിനേഷന്റെ ഒരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ നമ്മള് പല സംഭവങ്ങളും ഇന്നിപ്പോ ചെയ്യായിരുന്നെങ്കിൽ ഇന്നത്തോടെ കഴിഞ്ഞു, ഇന്ന് നടന്നില്ല, നാളെ ചെയ്യാന്ന് പറഞ്ഞ് മാറ്റി വെച്ചു, പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചു, അങ്ങനെ 2 ദിവസം മാറ്റി വെക്കുമ്പോഴേക്കും വേറെയും പല സംഭവങ്ങളും ഇടയിൽ കൂടെ കടന്നു വന്നിട്ടുണ്ടായിരിക്കും. ഈ വേറെ ചില സംഭവങ്ങൾ ഇടയിൽ കൂടെ കടന്നു വരുന്ന സമയത്ത് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറ്റില്ല, അത് എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോ മൊത്തം പണിയാവും. ഇതെല്ലാം ചെയ്ത് തീർക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തും. ഇതെല്ലാം എപ്പോൾ ചെയ്ത് തീർക്കും, എങ്ങനെ ചെയ്ത് തീർക്കും എന്നൊരു പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പൊ ഇതില് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ണമായിട്ട് സംഭവം ചെയ്ത് തീർക്കാൻ നോക്കുക. അപ്പൊ ഒരു വലിയ ടാസ്ക്, നമ്മളെ വീടൊക്കെ വൃത്തിയാക്കുക പോലത്തെ വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം ഇപ്പോ മൊത്തത്തില് കർട്ടൻ മാത്രം ഇന്നത്തെ ദിവസം ഒരു 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ്സ് റൂൾ ഉണ്ട്.
ഒരു 5 മിനിറ്റ് ഞാൻ ഈ സംഭവം ചെയ്യും. ഉദാഹരണത്തിന് വീട് ക്ലീനിങ്ങിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇന്ന് മുഴുവനും ക്ലീൻ ചെയ്തിരിക്കുകയാണെങ്കിൽ മാത്രമേ എന്റെ ഈ വീടിന്റെ ക്ലീനിങ് നടക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഫുള്ള് കഴിയാൻ വേണ്ടി കാത്തിരിക്കേണ്ട. 5 മിനിറ്റ് സംഭവം ചെയ്യാം. ഉദാഹരണത്തിന് കർട്ടൻ ക്ലോത്ത് എല്ലാം കൊണ്ടിട്ട് വിരിക്കാനിടുക, തിരുമ്പാനിടുക. അങ്ങനെയാണെങ്കിൽ 1 മണി അവിടെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മൊത്തം എന്താ പറയാ മാറ്റ് മുഴുവൻ എടുത്തുകൊണ്ടിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടിടുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ടാസ്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് തന്നെ അത് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. നമ്മള് എന്താ പറയാ ഇത് തുടങ്ങി കഴിയുകയാണെങ്കിൽ ഒരു പക്ഷേ മുഴുവൻ ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാവാം. ചില സമയത്ത് മുഴുവൻ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെയും കുറെ ഇന്നൊരു 5 മിനിറ്റ്, നാളെ ഒരു 5 മിനിറ്റ്, മറ്റന്നാൾ 5 മിനിറ്റ്, അങ്ങനെ കുറെ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. ഇതേപോലെ ചെയ്യാൻ പറ്റിയ വേറൊരു സംഭവം 2 മിനിറ്റ്സ് റൂൾ എന്നുള്ള സംഭവമുണ്ട്. 2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റിയ സംഭവങ്ങൾ. ഉദാഹരണത്തിന് ചായ കുടിച്ചൊരു കപ്പ്, നമുക്കത് കഴുകാനാകെ 2 മിനിറ്റ് സമയത്തിന് ആവശ്യമുള്ളൂ. ആ 2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അപ്പൊ തന്നെയാണ് കഴുകി വെക്കുക. അതുകൊണ്ട് കഴിഞ്ഞല്ലോ. ഇതേപോലെ ഒരു കോള് ചെയ്യാണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ട് എനിക്ക് വരാൻ പറ്റില്ല എന്നോ അന്ന് ഞാൻ ബുദ്ധിമുട്ടാണെന്നോ എന്തെങ്കിലും സപ്പോസ്, അല്ലെങ്കിൽ ആ ദിവസം എനിക്കത് വേണം എന്തെങ്കിലും പറയാൻ വേണ്ടി 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അതങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് തീർക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, പിന്നെ അതിനെ ഓർക്കേണ്ട കാര്യമില്ല. ചില സന്ദർഭങ്ങളിൽ ഒരു ഒറ്റ ഫോൺ കോള് ചെയ്യാൻ മറന്നു പോയതിന്റെ പേരിൽ പ്രോഗ്രാം മാറ്റി വെക്കേണ്ട അവസ്ഥയൊക്കെ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അതിന് പിന്നീട് ഒരുപാട് വില കൊടുക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു 2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാം. ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും ഈറ്റ് ആൻഡ് ഫ്രോഗ് എന്നൊരു പുസ്തകമുണ്ട്. ആ തവളയെ അങ്ങോട്ട് തിന്നോളൂ എന്നുള്ള പുസ്തകത്തിന്റെ ഇത് മീനിങ്. എന്ത് ഈ തവളയെ തിന്നുക? അതായത് നമ്മളുടെ മുമ്പിൽ തവളയെ തിന്നാനുണ്ടെങ്കിൽ ആ തവളയെ തിന്നേ പറ്റും. എങ്ങനെ? അറ്റ് എനി കോസ്റ്റ്. അതല്ലാണ്ട് നമുക്കത് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ജസ്റ്റ് അങ്ങനെ തിന്നാം. നമ്മുടെ മുമ്പില് അതങ്ങോട്ട് കഴിഞ്ഞു. അതല്ലാണ്ട് തവളയെ തിന്നണ്ടല്ലോ എന്ന് ആലോചിച്ചതിന് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതങ്ങോട്ട് ചെയ്തത് തീർക്കാം. ഇതേപോലെ 2 തവളയാണെങ്കിൽ ഈ ദ ബിഗർ വൺ, ആ വലുതിന് പിടിച്ച് തിന്നു കഴിഞ്ഞാൽ പിന്നെ ആ വലുത് കഴിഞ്ഞല്ലോ, ചെറുതല്ലേ ബാക്കിയുള്ള സമാധാനം അവിടെ ഉണ്ടാവും. അപ്പോ എന്താ പറയാ, ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് തീർത്തേ പറ്റൂ. ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ പല കാര്യങ്ങളും പിന്നോട്ടടിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ, വില്ലനാണ്, വെല്ലുവിളിയാണ് പ്രോക്രാസ്റ്റിനേഷൻ. അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ പറയാനുള്ള വേറെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ ഒരു തല്ലി പഴിപ്പിക്കുകയാണെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല, അത് അറിയുന്ന കാര്യമാണല്ലോ. ഈ പൂമ്പാറ്റയുടെ ജീവിതചക്രം നോക്കുകയാണെങ്കിൽ അതൊരു കുഞ്ഞൊരു പൂമ്പാറ്റയായിട്ടിരിക്കുന്ന സമയത്ത് കുട്ടി പൂമ്പാറ്റ വലുതായി വലിയ പൂമ്പാറ്റ അവിടെ നല്ല ശരിക്കും അതൊരു പുഴുവായി, ആ മുട്ട വിരിഞ്ഞ് പുഴുവായി വരുന്നു. അത് പിന്നെ പ്യൂപ്പയാവുന്നു, കുറെ കാലം സമാധിയിലിരിക്കുന്നു. ആ സമാധി പൊളിച്ച് പുറത്തേക്ക് വന്നിട്ട് പൂമ്പാറ്റയുടെ പറന്നു തുടങ്ങുകയാണ്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ മുഴുവനും ഈ പൂമ്പാറ്റയുടെ ഉള്ളിൽ നടക്കുന്നതാണ്. വേറെ ഒരാൾക്കും അതിലൊരു റോളും ഇല്ല. ഒരാൾ വന്നിട്ട് ഈ പൂമ്പാറ്റയുടെ ഈ ഒരു കുഞ്ഞ് ആ പ്യൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ആ സ്ട്രഗിൾ കാണുന്ന സമയത്ത് അതൊന്ന് ശരിയാക്കാനും സഹായിച്ചേക്കാം എന്ന് കരുതിയിട്ട് നമ്മൾ മുന്നോട്ട് വന്നിട്ട് ഒരു ഈർക്കളത്തിൽ വെച്ച് ശരിയായി കൊടുക്കുകയാണെങ്കിൽ ആ പൂമ്പാറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല, സർവൈവ് ചെയ്യാൻ കഴിയില്ല. തൽക്കാലം അത് പുറത്ത് കിടക്കുകയാണെങ്കിൽ തന്നെ അത് വീണ്ടും നശിക്കാൻ തുടങ്ങും. കാരണം അതിന്റെ കാലിന് സ്ട്രെങ്ത് ഉണ്ടാവില്ല. ഈ കൈ കാലിട്ട് അടിച്ച് കഷ്ടപ്പെട്ട് ദുരിതപ്പെട്ട് എല്ലാം ഇറങ്ങി വരുന്നത് അതിന്റെ കയ്യിലും കാലിനും ഒക്കെ സ്ട്രെങ്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ ദ മാറ്റം ഷുഡ് ബി വിത്തിൻ, നമ്മൾ തന്നെ ഉണ്ടാവേണ്ട മാറ്റങ്ങളാണ്. ഒരാൾ വന്ന് എഴുന്നേറ്റിട്ട് രാവിലെ എഴുന്നേൽപ്പിക്കുക, കുത്തി പിടിച്ച് എണീപ്പിച്ച് എല്ലാ ദിവസവും കൊണ്ട് പല്ലേപ്പിച്ച് അങ്ങനെ ഈ പുസ്തകം വായിക്കി, അത് കേൾക്കി, ഇത് കേൾക്കുക, അങ്ങനെ കൊണ്ടുപോകുവാണെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ഈ പൂമ്പാറ്റയുടെ കേസിൽ പറഞ്ഞ പോലെ സ്വയം ചിന്തിക്കണം, സ്വയം ഒരു തോന്നണം എനിക്ക് നന്നാവണം എന്ന് ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ, വേറെ ആൾ സഹായത്തോടെ ചെയ്യുന്ന സമയത്ത് വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോ ദിസ് ഫീലിംഗ് ഷുഡ് ബി വിത്ത് നമ്മളുടെ ഉള്ളിൽ തന്നെ തോന്നേണ്ടതാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മളെ വണ്ടി ഓടിക്കാൻ അറിയുന്നവരായിരിക്കും ഒട്ടുമിക്ക എല്ലാവരും. ഇപ്പൊ ഗിയർലെസ് വണ്ടികൾ ഒരുപാടുള്ളത് കൊണ്ട് ഇവിടുത്തെ സ്ത്രീ പ്രജകൾ മൊത്തവുമാവും, അതുപോലത്തെ കുറച്ച് ആണുങ്ങളും ഇവിടെ വണ്ടി ഓടിക്കുന്നത് ഗിയർലെസ് വണ്ടികളായിരിക്കും. എന്നാലും വണ്ടി ഓടിക്കുന്നത് കണ്ടിട്ട്, ഗിയറുള്ള വണ്ടി ഓടിക്കുന്നത് കണ്ടിട്ടെങ്കിലും ഉണ്ടായിരുന്നു. നമ്മള് ഒരിക്കലും വണ്ടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരേ ഒരു ഫ്ലോർ അങ്ങനെ പോവുകയല്ല ചെയ്യാറുള്ളത്. ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ കടക്കേണ്ടി വരാറുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കുഴി വരികയാണെങ്കിൽ നമ്മൾ അവിടെ വണ്ടി ഒന്ന് ബ്രേക്ക് ഒക്കെ ചെയ്തിട്ട് ആ ഒരു ഗിയർ മാറ്റി ഫസ്റ്റ് ഗിയറിലേക്ക് വീണ്ടും മെല്ലെ സ്റ്റാർട്ട് ചെയ്യും. ആ ഫസ്റ്റ് ഗിയറിൽ ഒരുപാട് സ്പീഡിലൊന്നും പോകാൻ കഴിയില്ല, മെല്ലൊക്കെ പോകാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് പോകുന്ന സമയത്ത് സെക്കൻഡ് ഗിയറിലേക്ക് മാറ്റുന്നു, ഒന്നുകൂടി സ്മൂത്ത് ആകുമ്പോൾ തേർഡ് ഗിയറിലേക്ക് മാറ്റുന്നു, വീണ്ടും ടോപ്പ് ഗിയറിൽ ഭംഗിയായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വീണ്ടും ഒരു കുഴി വരുന്നത് അവർക്ക് ഉണ്ടാവുന്നത്. അവിടെ വീണ്ടും സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ഫസ്റ്റ് ഗിയറിൽ. ചില സന്ദർഭങ്ങളിൽ നമുക്ക് റിവേഴ്സ് ഗിയറിലൊക്കെ പോകേണ്ടി വരും. നമ്മൾ മുന്നോട്ട് പോകുന്നതിന് പകരം ചില സ്റ്റെപ്പ് പിന്നോട്ട് വരേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഭംഗിയായിട്ട് ഗിയർ മാറ്റുമ്പോഴേ ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് പോവുള്ളൂ. ഞാൻ മുന്നോട്ട് മാത്രമേ പോവുള്ളൂ, ഒരു കാരണവശാലും ഞാൻ ബ്രേക്ക് ചെയ്യില്ല, ഒരു കാരണവശാലും പിന്നിലേക്ക് തിരിയില്ല എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ജീവിതത്തിൽ മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചില സമയത്ത് റിവേഴ്സ് ഗിയറിൽ പോലും പോകേണ്ടി വരും. അപ്പോ എന്താ പറയാ, മുന്നോട്ടുള്ള പ്രയാണത്തിന് ഈ ഒരു എല്ലാ സന്ദർഭത്തിലും ഗിയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ തയ്യാറാവണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞു തുടങ്ങിയ വിഷയം,
നമ്മൾ മുന്നോട്ട് പോണ സമയത്ത് ഈ വഴിയല്ല എനിക്ക് പോകേണ്ടത് തിരിച്ചറിയുകയാണെങ്കിൽ ഉടനെ ഒരു ബെല്ലടിച്ചിട്ട് ആ വണ്ടി നിർത്തിച്ച് ഇറങ്ങി അടുത്ത വണ്ടിക്ക് തിരിച്ചു വന്നിട്ട് നമ്മുടെ ശരിയായ വഴിയിലേക്കൂടെ പോവുക. ഇത്രയാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് വേണം. താങ്ക് യു. താങ്ക് യു സുരേഷ് സർ. നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. അപ്പം സുരേഷ് സർ പറഞ്ഞതുപോലെ ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനുള്ള ടൈമാണ്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് ഹാൻഡ് റൈസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഹലോ ധനുഷ് സർ. ഹായ് ഹായ് സർ. ഹായ്, മാജിക് മോർണിംഗ് സർ. ഇപ്പൊ സാറ് പറഞ്ഞ ടോപ്പിക് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് സോഷ്യൽ പ്രോക്രാസ്റ്റിനേഷൻ ആണ്. കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിട്ട് എല്ലാവരുടെയും ഒരു പ്രോബ്ലം ആണ് മറ്റുള്ള ആൾക്കാർ എന്ത് വിചാരിക്കുന്നുള്ളത്. കാരണം അതാണ് നമ്മുടെ കഴിവുകളും നമ്മുടെ ടാലന്റും അല്ലെങ്കിൽ നമുക്ക് എന്തുവരെ ആകാൻ പറ്റും എന്നുള്ളത് പിടിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ അതാണ്. അപ്പം സാറ് പറഞ്ഞ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് വെച്ചാൽ അതാണ്. പിന്നെ നമ്മുടെ കംഫർട്ട് സോൺ. പിന്നെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഈ സെയിം പ്രോബ്ലം ആണ്. ഇതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്നത്, ഞാൻ വർക്ക് ചെയ്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ആ ബിസിനസ് 7 years ആയി. അപ്പൊ എൻ്റെ ഒരു 5 years കഴിഞ്ഞിട്ട് ഞാൻ ആ വർക്ക് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു. വർക്ക് ബിസിനസ് പോകുന്നുണ്ട് ആ സിസ്റ്റമാറ്റിക് ആയിട്ട് ബിസിനസ്. അപ്പൊ ഞാൻ എന്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഞാൻ എന്ത് ചെയ്ത് സ്റ്റാഫിന് ഡെലിഗേറ്റ് ചെയ്ത് പിന്നെയുള്ള 2 വർഷം ഞാൻ കംഫർട്ട് സോണിലായിരുന്നു. ഈ 2 വർഷവും കമ്പനി ഗ്രൗത്ത് ആയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പണിയെടുത്തു, പണിയെടുക്കാൻ അറിയാം, ചെയ്യാൻ അറിയാം, പക്ഷെ ആ കംഫർട്ട് സോണിനകത്ത്. കാരണം എനിക്കൊരു ചെറിയ വീട് വേണമെന്നുണ്ടായിരുന്നു, ഒരു കാർ വേണമെന്നുണ്ടായിരുന്നു, ഒരു സമാധാനമായിട്ട് ജീവിതം വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടിയ ശേഷം ഞാൻ എൻ്റെ ഗോൾ അച്ചീവ് ചെയ്തു. ഞാൻ ആ കംഫർട്ട് സോണിനകത്ത് കുടുങ്ങിപ്പോയി. പിന്നീട് അതിനകത്ത് വെളിയിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും കാരണം എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കാത്തൊരു കാര്യമായിരുന്നു. കാരണം അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ ബി മാജിക് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിന് വരാൻ കാരണം. കാരണം നമുക്കൊരു പുഷ് ബാക്ക് ഇല്ല. കാരണം നമ്മളെ പുഷ് ചെയ്യാൻ ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എത്ര ടാലന്റുള്ള ആളാണെങ്കിലും എത്ര സ്കില്ലുള്ള ആളാണെങ്കിലും. സാറ് പറഞ്ഞ ഓരോ പോയിന്റും എല്ലാവരുടെ ലൈഫിലും കറക്റ്റ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് ആണ്. സാറ് പ്രസന്റേഷൻ ചെയ്ത രീതി വളരെ ഭംഗിയായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഓരോ പോയിന്റുകളും എക്സാമ്പിൾസ് ആയത് മറ്റേ പ്ലാവിന്റെ കാര്യം പറഞ്ഞൊക്കെ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കംഫർട്ട് സോണിന് വളരെ എക്സാമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം സാറ് പറഞ്ഞ വളരെ പോയിന്റ് ഔട്ട് ആയ കാര്യമാണ് പറഞ്ഞത്. താങ്ക്സ് ഫോർ ഗിവിംഗ് ദ വാല്യുബിൾ ഇൻഫർമേഷൻ സാർ. താങ്ക് യു. താങ്ക് യു ധനുഷ് സർ. സുജിത് സർ. മാജിക് മോർണിംഗ് സാർ. സാറിന്റെ ക്ലാസ് എന്താ ഞാൻ ആദ്യമായിട്ടാണ്, മുന്നേ ക്ലാസ് എടുത്തോണ്ടെന്ന് അറിയാം, ഞാൻ മിസ്സായിട്ടുണ്ടായിരുന്നു. എനിവേ ഒരു വണ്ടർഫുൾ ക്ലാസ്. നമുക്ക് എന്താണ് ചില കാര്യങ്ങൾ വിട്ടുപോകുന്നു ലൈഫിൽ. ചില കാര്യങ്ങൾ വിട്ടു പോകുന്ന സമയത്ത് നമ്മളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയിട്ടാണ് ഈ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രൊക്കാസ്റ്റിനേഷൻ ഉള്ള സംഭവമാണ്. കാരണം വെച്ചാൽ നീട്ടി വെക്കാനുള്ള ഒരു ചിന്താഗതി. അത് പിന്നെ ആവാം. അപ്പോഴാണ് നമുക്ക് സാർ ഈ പറഞ്ഞ 4 ക്വാഡ്രന്റ് ഉണ്ടല്ലോ, അതായത് അർജന്റ്, ഇമ്പോർട്ടന്റ്. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ഇപ്പൊ ഏറ്റവും ഇപ്പൊ ഒരു ജോലിയുടെ കാര്യമാണെങ്കിൽ ജോലിയിലൊരു ഈ ഒരു കാര്യം ചെയ്തു തീർക്കണം. പക്ഷെ എന്ത് ചെയ്യുന്നു വെച്ചാല് ഞാൻ പിന്നെ ആവട്ടെ, എന്നിട്ട് വേറെ എന്തെങ്കിലും ചിലപ്പോൾ നമ്മള് ഫേസ്ബുക്കിൽ റീൽസ് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും യൂട്യൂബിൽ ചിലപ്പോൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കാം യൂട്യൂബിൽ കാണുന്നത്. പക്ഷെ എന്നാലും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം ചെയ്യാതെ അതിനെ മാറ്റി വെച്ചിട്ട് വേറെ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവുന്നത് അത് മനസ്സിന്റെ ഒരു പ്രത്യേകതയാണെന്നുള്ളത് കേട്ടിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു എപ്പോഴും പ്ലഷർ സീക്കിംഗ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ ആണല്ലോ നമ്മുടെ. നമുക്ക് ആ ഒരു എന്താണ് ഡോപ്പമിൻ വേണം അതിന് വേണ്ടിയിട്ടുള്ള റിലീസ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്രെയിൻ കൂടുതൽ ആ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും. പക്ഷെ നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ ചെയ്ത ശേഷം പിന്നീടുള്ള ചെറിയൊരു ടൈമിനെ ഫ്രീ ടൈം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ആ ഒരു എന്താണ് എൻജോയ്മെന്റിലേക്ക് യൂസ് ചെയ്യാം. പക്ഷെ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നമ്മളൊരു ഇമ്പോർട്ടന്റും അല്ല അർജന്റും അല്ലാത്തുള്ള കാര്യങ്ങളിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. അപ്പൊ അത് മാറ്റിയിട്ട് ഇതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഈ ഒരു 4
ഇത് മുന്നേ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതെല്ലാം ഒരു റീകോളിംഗ് ആണ്. എനിക്ക് വളരെ ഇഷ്ടമായി. ഞാനിതായാലും കറക്റ്റ് ടൈമിൽ തന്നെയാണ് കേട്ടതെന്ന് തോന്നുന്നു. എനിവേ താങ്ക് യു സർ, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ക്ലാസ്. Okay, thank you, Sujit. Shamini ma'am. മാജിക് മോർണിംഗ് സർ. സാറിന്റെ ക്ലാസ് ഇത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ക്ലാസ് ആണ്. ഇത്ര നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട് സാറ്. അതും കാരണം പല കാര്യങ്ങളും ഞങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങളിലേക്ക് ഒന്നും കൂടി കറക്റ്റ് ആയിട്ടൊന്ന് ഇഞ്ചക്ഷനിലും മെഡിസിൻ കയറ്റിയിട്ട് എങ്ങനെയാണ് നേരിട്ട് ബ്ലഡിലേക്ക് കയറ്റുന്ന പോലെ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് അല്ല ഓരോന്നിനും കൃത്യമായ എക്സാമ്പിളുകളോടുകൂടി അറിയില്ല അതൊന്നും കൂടെ പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്ന ആ ലെവലല്ലാതെ നേരിട്ട് ഇഞ്ചക്ട് ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇതിലേതും മിസ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഇതെല്ലാം ഞങ്ങൾ ബി മാജിക്കിൽ എത്തുന്നതിന് മുമ്പ് ഒട്ടുമിക്ക ആൾക്കാരുടെ ഉള്ളിലും ഇതൊക്കെ കടന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. എന്റെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. കംഫർട്ട് സോണിൽ നിന്ന് ഞാൻ പുറത്തു വരില്ല, എപ്പോഴും നല്ല കുട്ടിയാവുക, സോഷ്യൽ സമൂഹം എന്ത് വിചാരിക്കാം. അപ്പൊ ഈ സൊസൈറ്റിയെ ബോധ്യപ്പെടുത്തുന്ന ജീവിതമായിരുന്നു കുറെ കാലമായിട്ട്. ഇപ്പൊ അത്യാവശ്യം മാറി വരുന്നുണ്ട്. അപ്പൊ സേഫ് സാറിനൊക്കെ ഇടയ്ക്ക് വിളിച്ച് അങ്ങനെ ഒന്ന് ബോൾഡ് ആവാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറെ ബെറ്റർ ആണ്. ഇപ്പോഴും ഈ ടൈം മാനേജ്മെന്റില് ഞാൻ കിടന്ന് കുടുങ്ങി കളിക്കുന്നുണ്ട്. മീൻസ് കുറച്ച് ബുദ്ധിമുട്ടാണ് വേർതിരിച്ച് ചെയ്യാൻ. പലതവണ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ട്, അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ 4 കാര്യങ്ങള് ഒന്നും കൂടി ശ്രദ്ധിക്കാനുണ്ട് എനിക്കെന്ന് ഞാൻ ഒന്നും കൂടി റീകോൾ ചെയ്യാണ് എനിക്ക് തന്നെ. പിന്നെ പ്രോക്കാസ്റ്റിനേഷൻ അതും ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പൊ വളരെ എല്ലാം പോയിന്റ് ഔട്ട് ചെയ്യുന്ന, സോറി മറ്റുള്ളവരുടെ ടൈമും കൂടെ ഞാൻ എടുക്കുന്നില്ല, എല്ലാം പോയിന്റ് ഔട്ട് ചെയ്യുന്ന നല്ല ഒരു സെഷൻ ആയിരുന്നു. സാർ ഇനിയും വരണം. നല്ല എഫക്റ്റീവ് ആയിട്ട് ഞങ്ങൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആണ്. ഇത്തരം ക്ലാസ്സുകൾ ഞങ്ങൾക്ക് ഇനി ആവശ്യമുണ്ട്. താങ്ക് യു സർ. താങ്ക് യു. Thank you, Shamini ma'am. Divya ma'am. ഹലോ, മാജിക് മോർണിംഗ് സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. വളരെയധികം ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ക്ലാസ്. അതായത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. എന്താ പറയാ, സോഷ്യൽ ആങ്സൈറ്റി എനിക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പൊ കുറേശ്ശെ ബി മാജിക്കിൽ വന്നതിൽ പിന്നെ മാറി വരുന്നുണ്ട്. പിന്നെന്താ പറയാ, അപ്ഡേറ്റഡ് ആയിരിക്കുക മാക്സിമം. അത് എനിക്ക് തോന്നുന്നു എന്റെ ഫീൽഡിൽ എനിക്ക് കുറച്ച് അധികം ഞാൻ അപ്ഡേറ്റഡ് ആണ്. എല്ലാ കാര്യങ്ങളിലും ഞാൻ ചെയ്യാറില്ല. ആദ്യം ഞാൻ ന്യൂസ് കാണാറുണ്ടായിരുന്നു. ഇപ്പൊ ന്യൂസ് കാണുന്നത് കുറച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻസും ആങ്സൈറ്റിയും കൂടി വരികയാണ് ചെയ്യുന്നത്. കാരണം ഒരു നെഗറ്റീവ് മൊമെന്റ്സിലേക്കാണ് മിക്കപ്പോഴും പോകുന്നത്. ഒരുപക്ഷെ എന്റെ ഒരു ചിന്തയായിരിക്കാം. അപ്പോ അത് കുറച്ചു. പിന്നെ എന്താ പറയാ, പിന്നെ പറയുന്നത് കുറേയൊക്കെ സമയം ഇതില് നോക്കിയിരിക്കും. എന്താ പറയാ, ഷോർട്ട് വീഡിയോസ് എല്ലാതും നമുക്കൊരു ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും. അപ്പൊ എന്താ പറയാ, പ്രോക്രാസ്റ്റിനേഷൻ വളരെ കൂടുതലായിരുന്നു. അപ്പൊ മിക്കപ്പോഴും ഞാൻ തന്നെ ഇതൊക്കെ ഇപ്പൊ 1 മണിക്കൂറൊക്കെ ഇരിക്കും അതില്. അതിനുശേഷം ഞാൻ പറയും, ദൈവമേ ഞാൻ 1 മണിക്കൂർ കളഞ്ഞു. അപ്പൊ അതിനുശേഷമാണ് നമുക്ക് തോന്നുന്നത്. അത് കണ്ടിരിക്കുമ്പോ ഇങ്ങനെ എന്താ പറയാ, കണ്ടോണ്ടേ ഇരിക്കൂട്ടാ, നല്ല രസമാണ്. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുമ്പോഴാണ് ബോധം ഉദിക്കുക. അപ്പൊ പറയും, ദൈവമേ 1 മണിക്കൂർ വെറുതെ കളഞ്ഞു. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് വെറുതെ ടൈം മാനേജ്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ സമയം എഴുതി വെക്കും. ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ടു ഡു ലിസ്റ്റ് പോലെ എഴുതി വെക്കുമ്പോ അതിനനുസരിച്ച് കുറെയൊക്കെ പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് എന്താ പറയാ, ബി മാജിക്കിൽ വന്നതിൽ പിന്നെയാണ് കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചത്. അപ്പൊ ഒരുപാട് താങ്ക്സ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. മാറ്റം ഉണ്ടാകേണ്ടത് നമ്മളിൽ തന്നെയാണ്. നമ്മൾ എത്രമാത്രം മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടാലും അത് ആ കാണുന്ന സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. അത് നമ്മളിലേക്ക് ഏറ്റെടുക്കുക, നമ്മളുടെ ഒരു ബിലീഫ് സിസ്റ്റം ആയിട്ട് കാണുക. അത് നമ്മളുടെ ബിലീഫ് സിസ്റ്റം നമ്മൾ ചേഞ്ച് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല എന്നുള്ളത് സാർ പഠിപ്പിച്ചു തന്നു. താങ്ക് യു സർ. നല്ലൊരു ക്ലാസ്. താങ്ക് യു സോ മച്ച്. Okay, thank you, Divya ma'am.
ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാവുന്നതാണ്. നിങ്ങൾക്കറിയാം ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിൽ പോലും ഒരു 3 മിനിറ്റും കൂടെ ഉണ്ട്. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ഹലോ ഇല്ല. നമസ്കാരം ഓക്കെ ഫൈൻ. മാം സാർ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എനിക്കും പ്രൊക്കാസ്റ്റിനേഷനും അതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള വിഷയങ്ങൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്ന കാര്യത്തിലാണ് എനിക്കും പറയാനുള്ളത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ അത് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ ആ ഒരു ഇമ്പോസിങ് നല്ലതായി ഉണ്ടായിരുന്നു. നിനക്കെന്ത് ചെയ്യാൻ കഴിയും, നിനക്കെന്ത് ചെയ്യും. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യം വഴിമുട്ടിയപ്പോൾ നമ്മളുടെ കംഫർട്ട് സോൺ പൊട്ടിക്കാൻ തയ്യാറായത് കൊണ്ട് നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടായി. അത് ഈ ക്ലാസ്സിലൂടെ വളരെയധികം എഫക്റ്റീവായി എനിക്ക് കിട്ടി. താങ്ക് യു സാർ. വീണ്ടും ഞങ്ങളിലേക്ക് അവസരങ്ങളുമായിട്ട് എത്തിച്ചേരാൻ അപേക്ഷിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഉണ്ണികൃഷ്ണൻ സർ. ഓൾമോസ്റ്റ് എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്. സുരേഷ് സർ, നല്ല സെഷൻ തന്നെയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ദെൻ നമുക്ക് നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാവുന്നതിനാൽ സമയമായിട്ടുണ്ട്. അപ്പൊ ഇനി ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ല എല്ലാവർക്കും? ഇല്ല. ഓക്കെ, ഡൗട്ട്സും ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ എടുത്ത് നമ്മുടെ സുരേഷ് സാറിനും അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ബിമാജിക് എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ. ബൈ. Thank you, Suresh Ram. Thank you, Thank you Suresh all. sir. Thank you all. Thank you everybody. Have a nice day.